ബീച്ചൊക്കെ പോകാൻ പോവാണ്. അവിടെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇന്നലെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് 7-ാം തീയതിയാണ്. അപ്പോൾ ഞങ്ങൾ മണ്ഡലൂരിലാണ് പോകുന്നത്. പോകാനൊരുങ്ങി റെഡി ആയി നിൽക്കുകയാണ്. അവിടുത്തെ കാര്യങ്ങളൊക്കെ പോകും വഴിക്ക് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ. ഞങ്ങൾ ബൈക്കിലത് അവിടെ എത്തിയിട്ടോ. പള്ളീൻ്റെ അടുത്തെത്തി. അവിടെ ഒരുപാട് സ്ട്രീറ്റിൽ കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോൾ തിരക്കില്ല കേട്ടോ. ഞങ്ങൾ പോയത് 7-ാം തീയതി ആയിരുന്നു. സ്റ്റാർട്ടിങ് 6-ാം തീയതിയാണ്. അപ്പം 15-ാം തീയതിയാണ് കേട്ടോ വലിയ പരിപാടി കാര്യങ്ങളൊക്കെ. അന്നൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. കാല് വെക്കാനേ സ്ഥലം ഉണ്ടാവില്ല. ഇപ്പം നമ്മളവിടെ എത്തി. അവിടുത്തെ കച്ചവട കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. നമ്മൾ മെല്ലെ പോകുന്നുള്ളൂ കേട്ടോ. പതിനഞ്ചാം തീയതി ലാസ്റ്റ് സമയമാകുമ്പോൾ ഒന്നും ഇവിടെ കാല് വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല. അത്രയും തിരക്കായിരിക്കും. പള്ളിയിലെത്തിയിട്ടോ. അപ്പോൾ വണ്ടി നിർത്താൻ വേണ്ടിയിട്ട് സ്പേസ് നോക്കുകയാണ്. നമുക്ക് നേർച്ച കൊടുക്കാനുണ്ട് കേട്ടോ. നേർച്ചയാക്കി അനിയത്തിൻ്റെ മോന് മറ്റേ മോയുള്ളതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങണം. പല നേർച്ചയ്ക്ക് വേണ്ടിയിട്ട് പല സാധനങ്ങൾ മോയുള്ള ആൾക്കാർക്ക് മറ്റേ ഒരു എന്താ പറയുക, ഒരു റൗണ്ടിലുള്ള ഒരു പളങ്ക് പോലത്തെ സാധനമല്ലേ, അങ്ങനത്തെ വാങ്ങിക്കൊടുക്കും. പിന്നെ ഈ പളങ്ക് പോലുള്ളതാ മുകളിൽ തൂക്കിയിട്ടില്ല, അതേപോലത്തതാ ഇത്. ഇങ്ങനെ 3 ഞാൻ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ചൊറിച്ചിലുള്ളവർക്ക് എനിക്ക് തോന്നുന്നു ചേനയാണ്. വേറെ എന്തൊക്കെയോ അസുഖങ്ങൾക്കൊക്കെ നേർച്ചയാക്കി കൊടുക്കുന്ന സാധനങ്ങളാട്ടോ. നമ്മളിവിടെ ചീരണി ഇവിടെ നിന്ന് വാങ്ങുക ചെയ്യുക കേട്ടോ. അപ്പങ്ങൾ വാങ്ങിയിട്ട് നമ്മളവിടെ നേർച്ച കൊടുക്കും. അപ്പം നമ്മൾ വാങ്ക് കൊടുത്ത സമയമാണ് എത്തിയിട്ടുള്ളത്. ഇശാ ബാങ്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജമാഅത്ത് നിസ്കരിക്കുന്ന സമയമാണ്. അപ്പോൾ എനിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ണിയപ്പത്തിൻ്റെ പേക്ക്, അതേപോലെ തന്നെ 2 ചന്ദനത്തിരി ഒക്കെ വാങ്ങി കൈ വെച്ചിട്ടുണ്ട്. വേറെ അപ്പം കേട്ടോ. അതൊക്കെ അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് നേർച്ചയാക്കിയ സാധനങ്ങളൊക്കെയാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു കേട്ടോ. നമ്മൾ അവിടെ എക്സിബിഷനൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് കാണുന്നത്. ഏകദേശം ബീച്ചിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മളെ ഈ പള്ളി കേട്ടോ. ഷെയ്ഖിൻ്റെ പള്ളി ബീച്ചിലെത്തിയിട്ടുണ്ട്. പോയവർക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ മതി കേട്ടോ. അപ്പം രാത്രി ബീച്ചിലെ കാഴ്ചകളൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. കണ്ടുകൊണ്ട് ഇങ്ങനെ ഞാൻ പിന്നെ വീഡിയോ ഓണാക്കി കൈ പിടിച്ചുകൊണ്ട് അങ്ങനെ പോയി. ഞങ്ങൾ ബീച്ചിൽ ഇറങ്ങിയിട്ടില്ല കേട്ടോ. ഇറങ്ങാൻ പിന്നെ ടൈമില്ല. 9 മണിയായി ഏകദേശം. അപ്പോൾ ഞങ്ങൾ ബീച്ചിൽ ഇറങ്ങാതെ കുറച്ച് വണ്ടി പോലെ അങ്ങോട്ട് പോയി തിരിച്ചു വന്നു. അങ്ങനെ കാഴ്ചകളൊക്കെ ഉണ്ട്. നല്ല രസമല്ലേ കാണാനൊക്കെ. ഇപ്പം കുറച്ച് തിരക്ക് കുറവാട്ടോ. ചില സമയത്ത് ഭയങ്കര ആളായിരിക്കും. അപ്പോൾ ഞങ്ങളവിടെ പാർക്കിലെത്തിയിട്ടോ. അവിടെ വെച്ച് ഞങ്ങൾ എന്ത് ചെയ്തു, ഒട്ടകത്തിനെ കണ്ടു. 4 ഒട്ടകത്തിനെ അവിടെ കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോൻ പറഞ്ഞ് നമ്മൾ ഒട്ടകത്തിനെ കാണാമെന്ന് പറഞ്ഞ് അങ്ങനെ അടുത്തേക്ക് പോയി. അപ്പോൾ അതെന്തോ പുല്ലത്തേം കഴിച്ചിട്ട് അങ്ങനെ കിടക്കുകയാണ്. കാലുമേലൊക്കെ എന്താ പറയുക, മണിയൊക്കെ കെട്ടിയിട്ടുണ്ട്. ഒന്നിനെ കാണുന്നുള്ളൂ കേട്ടോ. അതിൻ്റെ അപ്പുറത്തുണ്ട്, അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉണ്ട്. ഫോണിൽ അങ്ങനെ കാണുന്നുള്ളൂ. അപ്പോൾ മോൻ അതിൻ്റെ അടുത്തൊക്കെ പോയി നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. പേടിയാകുന്നത് കുറച്ച് ദൂരെയായിട്ടോ. നിൽക്കുന്നത് നല്ല വലിപ്പമുള്ള ഒട്ടകങ്ങളാണ്. ഞാനും പോയി. പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് സൂഫി മന്തി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. നല്ല ഫുഡാട്ടോ അവിടെ. അപ്പോൾ അവിടെ എപ്പോഴെങ്കിലുമൊക്കെ ഞങ്ങൾ പോകാറുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പോയി ഭക്ഷണം കഴിച്ച് തിരിച്ചു പോരുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ലുലു മാൾ കണ്ടു. കോഴിക്കോട് ഇപ്പോൾ വന്നിട്ടില്ലേ ലുലു മാൾ. അപ്പോൾ ലുലു മാളിൻ്റെ ഭാഗങ്ങളൊക്കെ കണ്ടപ്പം
വീഡിയോ എടുത്ത്. എൻ്റെ ഫോണ് കുറച്ച് മാറ്റാനായിട്ടുണ്ട്, നല്ല ക്ലാരിറ്റി കുറവാണ്, എങ്കിലും ഞാൻ എടുത്തുണ്ട്. അപ്പോൾ തിരിച്ചു പോരുന്നത് കേട്ടോ. നല്ല കോട മഞ്ഞുണ്ട്, തണുപ്പാണ്, വിറയ്ക്കലൊടുങ്ങി കുട്ടികൾക്ക്. തിരിച്ച് നമ്മളെ വീട്ടിലെത്താനായിരിക്കും. എന്തായാലും നല്ല വെളിച്ചവും ഉള്ള സ്ഥലത്തൊക്കെ ആകുമ്പം നല്ല രസമുണ്ട് കാണാൻ രാത്രിയിൽ. അങ്ങനെ അങ്ങനെ ഫൈനലി നമ്മൾ വീട്ടിലെത്തി. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. വീണ്ടും വേറൊരു വീഡിയോ വരുന്നത് വരെ ടാറ്റാ. ഇതും കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്യുകയാണല്ലോ കേട്ടോ. ലാസ്റ്റ് ഞങ്ങൾ തിരിച്ചു പോരുമ്പം ആണ് ശർക്കര ജിലേബി വാങ്ങിയത് കേട്ടോ. അത് അവിടെ നിന്ന് വാങ്ങിയതാണ്. തിരിച്ച് ഞങ്ങൾ അതിൽ തന്നെയാണ് വന്നത്. അപ്പോൾ ശർക്കര ജിലേബി വാങ്ങിയത് ഞാൻ അതിൽ ആഡ് ചെയ്യാൻ വിട്ടു. അപ്പം തിരിച്ച് വരുമ്പോൾ ഞങ്ങളത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, നല്ല ക്രിസ്പി ആയിരുന്നു കേട്ടോ, അടിപൊളി സാധനം. അപ്പം ചൂട് കൊടുക്കുക അവരിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എല്ലാ വർഷത്തിലും പോവാറുണ്ട് കേട്ടോ. ഓക്കെ.